الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله മുഅ്മിനീങ്ങളെ ദുന്യവിയായി നാം അഭിമുഖീകരിക്കുന്ന നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലോ നമ്മുടെ കുട്ടികളുടെ ഭൗതികമായ പഠനത്തിന്റെ കാര്യത്തിലോ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന SIR പോലത്തെ ചില സർവേകളുടെ കാര്യത്തിലൊക്കെ നമ്മുടെ മുന്നിലേക്ക് ഭൗതികമായ കാര്യങ്ങൾ വരുമ്പോൾ നാം വളരെ സൂക്ഷ്മതയും വളരെ കാര്യബോധവും പക്വതയും തന്റേടവുമുള്ള ആളുകളായി വർത്തിക്കും. നമ്മൾ പലരും അങ്ങനെയാണ്. അതിൽ ഏറ്റവും ഉത്തമമായ നിലയ്ക്ക് ഒരു രോഗം പിടിപെട്ടൊരു വ്യക്തിയാണെങ്കിൽ ഏറ്റവും ഉത്തമനായ വിദഗ്ധനായ കഴിവും പ്രാപ്തിയുമുള്ള ചികിത്സകൻ സ്ഥാപനം ആരാണ് എവിടെയാണ് എന്ന് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കും. ഏറ്റവും ഉത്തമമായ ചികിത്സ ലഭിക്കാൻ സാമ്പത്തികം എങ്ങനെയെങ്കിലും നമ്മൾ കണ്ടെത്തി നമുക്ക് ഏറ്റവും നല്ലൊരു ചികിത്സ ലഭിക്കണം. നമ്മുടെ കുട്ടികളുടെ ഭൗതികമായ വിദ്യാഭ്യാസ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല വിജയശതമാനമുള്ള ഏറ്റവും നല്ല അധ്യാപകരുള്ള ഏറ്റവും ക്വാളിറ്റിയുള്ള സ്ഥാപനങ്ങളിൽ എത്തിപ്പെടാൻ ആ കുട്ടികളെ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നാം നടത്തിക്കൊണ്ടേയിരിക്കും. ഇങ്ങനത്തെ ഏതെങ്കിലും അന്വേഷണങ്ങളോ കാര്യങ്ങളോ ആണെങ്കിൽ അതിൽ ഏറ്റവും കുറ്റമറ്റ നിലക്ക് ഇന്നൊക്കെ അതിന്റെ പേരിൽ വരുന്ന സോഷ്യൽ മീഡിയകളിലും മറ്റും അതിനെക്കുറിച്ച് വരുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ എത്ര ജാഗ്രതയോടുകൂടെ എത്ര കൃത്യതയോടുകൂടെ നിങ്ങളത് കൈകാര്യം ചെയ്യണം, അതിനെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ തലങ്ങും വലങ്ങും. ദുന്യവിയായ കാര്യങ്ങളിൽ നാം ഈ കാണിക്കുന്ന സൂക്ഷ്മത, ഈ പറയുന്ന ജാഗ്രത, ഞാൻ അതിനെ നിരാശപ്പെടുത്തുകയല്ല, അത് വേണ്ട എന്ന് പറയുകയല്ല. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇഹ്രിസ് അലാ മാ യൻഫഉക്, നിനക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ നീ ഹിർസ് കാണിക്കണം. നാം ഇതുപോലത്തെ ജാഗ്രതയും സൂക്ഷ്മതയും കാണിക്കുക തന്നെ വേണം. അത് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഇത്തരം ഈ ഭൗതികമായ കാര്യങ്ങളിൽ കണിശതയും സൂക്ഷ്മതയും പുലർത്തുന്ന ആളുകൾ ദീനിന്റെ വിഷയം വരുമ്പോൾ പലപ്പോഴും ഈ പറയുന്ന ഒരു സൂക്ഷ്മതയും ഈ പറയുന്ന ഒരു ജാഗ്രതയും പലപ്പോഴും അതിൽ കാണിക്കാത്തതായിട്ട് നമ്മൾ കാണുന്നു. ദീനിന്റെ കാര്യമാണെങ്കിൽ അതാര് പറഞ്ഞാലും എവിടുന്ന് കിട്ടിയാലും അതൊക്കെ അത്ര മതി എന്ന് പറയുന്ന ഒരു ലാഘവ ബുദ്ധിയോടുകൂടെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ. അതൊക്കെ അത്ര കിട്ടിയാലും മതി, അതൊക്കെ അങ്ങനെയായാലും മതി, അതൊക്കെ ആരെങ്കിലും പറയുന്നത് കേട്ടാലും മതി. അതിനുവേണ്ടി ഇത്രത്തോളം ജാഗ്രതയോ സൂക്ഷ്മതയോ കഷ്ടപ്പാടോ ത്യാഗമോ ആവശ്യമില്ലാത്ത നിലക്ക് അത് നേടാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്നൊരു മാനസികാവസ്ഥ പലരുടെയും സംസാരത്തിലും പെരുമാറ്റങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ദുന്യവിയായി കുറഞ്ഞ കാലഘട്ടത്തിലുള്ള ഈ നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും വേണ്ടി മനുഷ്യൻ ഇത്രത്തോളം ത്യാഗം ചെയ്യുന്നുണ്ടെങ്കിൽ കാലാകാലത്ത് ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്ന ദീനിന്റെ കാര്യങ്ങൾ, പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന് എത്രത്തോളം ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ജാഗ്രത കാണിക്കണം, സൂക്ഷ്മത കാണിക്കണം. പക്ഷേ ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു വൈരുദ്ധ്യമായ നിലപാടാണ് പലപ്പോഴും ആളുകളിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് മുൻഗാമികളായ ആളുകൾ ഈ വിഷയത്തിൽ സമീപിച്ച സമീപനങ്ങൾ, അവരെടുത്ത തീരുമാനങ്ങൾ, നിലപാടുകൾ,
ആയത്തുകളിൽ കൂടെയും ഹദീസുകളിൽ കൂടെയും നമ്മളത് പരിശോധിച്ചു നോക്കുമ്പോൾ നമ്മുടെ ചില പ്രവർത്തനങ്ങളിൽ ഈ വിരോധാഭാസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ചോദിച്ചാൽ അള്ളാഹുവിനോട് ഏറ്റവും എനിക്ക് സ്നേഹമുണ്ട് എന്ന് അവകാശപ്പെടുന്ന പറയുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ദീനിനോടും ഏറ്റവും സ്നേഹമുണ്ട് എനിക്ക്, ഞാനതിന്റെ വക്താവ് തന്നെയാണ് എന്ന് അവകാശപ്പെടുന്നവരാണ്. എന്നാൽ അതുപോലെ തന്നെ ജന്നാത്തുൽ ഫിർദൗസ് അതിന്റെ അവകാശിയാണ് ഞാൻ, മരിച്ചു കഴിഞ്ഞാൽ ഏത് നിമിഷവും അതെനിക്ക് ലഭിക്കുമെന്ന് പറയുന്ന മാനസികമായ തോന്നൽ, നരകത്തിൽ ഞാൻ എത്രയോ അതിവിദൂരമാണ് എന്ന് പറയുന്ന മാനസിക അവസ്ഥ സത്യത്തിൽ പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതിന് വിരുദ്ധമായി നമ്മൾ കാണുന്നു. മുൻഗാമികളുടെ പ്രവർത്തനങ്ങളും അവരുടെ നിലപാടുകളും നമ്മുടെ ഈ അവസ്ഥയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇവിടെ വിരോധാഭാസമായി. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി യഹ്യ ഇബ്നു യഅ്മർ എന്ന് പറയുന്ന താബിഈ പ്രമുഖനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു ഹദീസ്. ആ ഹദീസിൽ ഈ താബിഈങ്ങളായ ആളുകൾ, അവർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്ത സഹാബികൾ, അവരിത് പഠിച്ചു മനസ്സിലാക്കി അള്ളാഹുവിന്റെ റസൂൽ, അള്ളാഹുവും അവന്റെ മലക്കുകളും ദീനിന്റെ കാര്യത്തിൽ എത്രത്തോളം സൂക്ഷ്മതയും കൃത്യതയും പ്രാധാന്യവും അതിന് കൊടുത്തിരുന്നു എന്നുള്ളത് ഈ ഹദീസിൽ കൂടെ നമുക്ക് അറിയാനും മനസ്സിലാക്കാനും കഴിയും. ഈ ഹദീസ് നമ്മളൊന്ന് കേട്ട് ശരിക്കും മനസ്സിലാക്കുന്ന പക്ഷം ദീനുൽ ഇസ്ലാമിന്റെ കാതലായ വശങ്ങൾ അതിൽ വിശദീകരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഹദീസ് എത്ര പ്രാവശ്യം കേട്ടവരുണ്ടാകും ഈ സദസ്സിൽ എന്ന് പരിശോധിച്ച് നോക്കാം. അതിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഇത്രത്തോളം പ്രാധാന്യവും സൂക്ഷ്മതയും നമ്മൾ കൊടുത്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് തന്നെ മാർക്കിടാൻ കഴിയും. ഞാൻ എത്രത്തോളം അള്ളാഹുവിനോട് സ്നേഹമുള്ള ആളാണ്, റസൂലിനോട് സ്നേഹമുള്ള ആളാണ്, ദീനിന്റെ ആളാണ്, സ്വർഗത്തിലേക്ക് അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ്, നരകത്തിൽ നിന്ന് ഞാൻ എത്രയോ ദൂരെയാണ് എന്ന് പറയുന്ന കാര്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സ്വയം നമുക്ക് മാർക്കിടാൻ കഴിയും. ഈ ഹദീസ് ഒന്ന് കേട്ടു നോക്കിയാൽ യഹ്യ ഇബ്നു യഅ്മർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഖാല കാന അവ്വലു മൻ ഖാല ഫിൽ ഖദരി ബിൽ ബസറത്തി മഅബദുൽ ജുഹനി. ഇറാഖിൽ വെച്ച് ഖദറിന്റെ വിഷയത്തിൽ ഏറ്റവും ആദ്യം സംസാരം തുടങ്ങിയത് മഅബദുൽ ജുഹനി എന്ന് പറയുന്ന ഒരു ദുഷിച്ച മനുഷ്യനാണ്. മഅബദുൽ ജുഹനിയുടെ ചരിത്രം, അദ്ദേഹം ആ വ്യക്തി ഖുർആനും സുന്നത്തും ധാരാളം അറിവുള്ള ആളായിരുന്നു. പിന്നീട് അതിൽ നിന്ന് വ്യതിചലിച്ച് വഴികേടിലേക്ക് പോയി എന്നുള്ളത്, തെറ്റായ വഴി തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് മഅബദുൽ ജുഹനിയുടെ ചരിത്രം. അതാണ് ഖദർ എന്ന് പറയുന്നത് വിധിയാണ്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഈമാൻ കാര്യത്തിൽ ആറാമത്തതാണ് ഈ ലോകത്ത് നടക്കുന്ന ചെറുതും വലുതുമായ സകല കാര്യങ്ങളും അള്ളാഹുവിന്റെ മുൻ തീരുമാന വിധി പ്രകാരമാണ് സംഭവിക്കുന്നത് എന്ന് അള്ളാഹു മുൻകൂട്ടി ഇത് അറിയുകയും ലൗഹുൽ മഹ്ഫൂദിൽ ഇത് എഴുതി രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിരിക്കുന്നു. അതനുസരിച്ച് അവൻ സൃഷ്ടിക്കുകയും ഉദ്ദേശിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നു. ഇതാണ് ഖദർ. ആ പറയുന്ന അങ്ങനെ ഒരു ഖദർ, ആ ഒരു വിശ്വാസം ശരിയല്ല. അള്ളാഹു മുൻകൂട്ടി ഇതൊന്നും അവിടെ അറിഞ്ഞിട്ടുമില്ല, കാര്യങ്ങളൊന്നും അള്ളാഹു മുൻകൂട്ടി വിധിച്ചിട്ടും തീരുമാനിച്ചിട്ടുമില്ല എന്ന് പറയുന്ന ദീനുൽ ഇസ്ലാമിന് കടുകവിരുദ്ധമായി വാദഗതിയുമായി ഇറാഖിൽ ബസറ പട്ടണത്തിൽ മഅബദുൽ ജുഹനി എന്ന് പറയുന്ന മനുഷ്യ രംഗത്ത് വന്നു. അങ്ങനെ യഹ്യ ഇബ്നു യഅ്മർ റഹ്മഹുല്ലാഹ് പറയാണ്, ഫൻതലഖതു അന വഹുമൈദ് ഇബ്നു അബ്ദുറഹ്മാൻ അൽ-ഹിമ്യരി ഹാജൈനി ഔ മുഅ്തമിറൈൻ. ഞാനും അബ്ദുറഹ്മാൻ അൽ-ഹിമ്യരിയും ഹജ്ജിന് ഉംറയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങനെ മക്കയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു, ലൗ ലഖീന അഹദൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാരിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ മക്കയിലോ മദീനത്തോ ചെല്ലുമ്പോൾ നമ്മൾ കണ്ടുമുട്ടിയാൽ, ഫസഅൽനാഹു അമ്മാ യഖൂലു ഹഉലാഇ ഫിൽ ഖദർ, ഖദറിനെ നിഷേധിച്ചുകൊണ്ട് ഈ മനുഷ്യർ പറയുന്ന കാര്യത്തിന്റെ നിജസ്ഥിതി എന്താണ്, ശരിയായ മതവിധി അതിൽ ഏതാണെന്ന് നമ്മളൊന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ പല ജാതി പ്രശ്നങ്ങളും പല ജാതി ആശയക്കുഴപ്പങ്ങളും സംശയങ്ങൾ ദീനിന്റെ കാര്യത്തിൽ നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും ആ വിഷയത്തിൽ ഈ പറയുന്ന രണ്ട് മനുഷ്യന്മാർ, ഈ താബിഈങ്ങൾ കാണിച്ച ഒരു ജാഗ്രത, ഈ ഒരു സൂക്ഷ്മത, അതിൽ വിദഗ്ധരായ സമർത്ഥരായ സത്യസന്ധരായ അറിവുള്ള പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് പരിഹാരം കാണണം എന്ന് പറയുന്ന ചിന്ത ദീനിന്റെ കാര്യത്തിൽ എത്ര സമയത്ത് നമ്മളുടെ എത്ര മനസ്സിൽ വന്നിട്ടുണ്ട്. അതിന് ഇവരെടുത്തതുപോലത്തെ ഒരു എഫോർട്ട്, ഒരു അധ്വാനം നമ്മളിൽപ്പെട്ട പല ആളുകളും എങ്ങനെ എടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ കേട്ടതോ അവിടെയും ഇവിടെ വെച്ച് പറയുന്നതോ പലരും തോന്നുന്നത് പോലെ ദീനിന്റെ കാര്യത്തിൽ ആർക്കും എന്തും എവിടെയും കയറി പറയാമെന്ന് പറയുന്ന മാനസികാവസ്ഥയല്ലാതെ കൃത്യമായി ഇതിനൊരു മറുപടി കിട്ടണം. അതിന് പറ്റുന്ന വിശ്വസ്തനായ ഒരു പണ്ഡിതനെ കണ്ടുമുട്ടണം. ഈ പറയുന്ന ചിന്ത, ഈ പറയുന്ന പ്രവർത്തനം നമ്മൾ എത്ര പേര് നമ്മൾ അഭിമുഖീകരിക്കുന്ന ദീനിന്റെ കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ അവര് പറയാണ്, ഞങ്ങൾ അങ്ങനെ മക്കയിൽ ചെന്നു,
അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങളുടെ ഈ നല്ല ഉദ്ദേശത്തിന് അള്ളാഹു ഞങ്ങൾക്ക് അന്ന് ജീവിച്ചിരിക്കുന്ന പ്രമുഖനായ പണ്ഡിതനായ സഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഞങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നൽകി. അദ്ദേഹം മസ്ജിദുൽ ഹറാമിൽ നിന്ന് പള്ളിയിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞു. ഞാനും എൻ്റെ കൂട്ടുകാരനും അദ്ദേഹത്തിന്റെ ഇടവും വലത്തും അദ്ദേഹത്തിന്റെ അടുത്തുകൂടി. ഞാൻ വിചാരിച്ചു എൻ്റെ കൂട്ടുകാരൻ അബ്ദുറഹ്മാൻ എന്നോട് ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെടുമെന്ന്. യഹ്യ ഇബ്നു യാമുർ അല്പം സംസാരത്തിന് കഴിവും പ്രാപ്തിയും കൂടുതലുള്ള ആളായിരുന്നു. അങ്ങനെ ഞങ്ങൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയോട് ചോദിച്ചു, യാ അബാ അബ്ദുറഹ്മാൻ, അബു അബ്ദുറഹ്മാൻ, അദ്ദേഹത്തിനോട് ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളുടെ നാട്ടിലെ ഫഖുൽതു അബാ അബ്ദുറഹ്മാൻ ഇന്നഹു ഖദ് ളഹറ ഖിബലനാ നാസുൻ യഖറഊനൽ ഖുർആൻ. ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്, ദീനി വിജ്ഞാനം ഉള്ള ആളുകളാണ് അവര്. മഅബദുൽ ജുഹനിയുടെ ചരിത്രം ഞാൻ പറഞ്ഞു. അറിവും പഠിപ്പും ഹദീസുമുള്ള വ്യക്തിയായിരുന്നു. പിന്നീടാണ് ഈ പേച്ച വാദഗതികളിലേക്ക് ആ മനുഷ്യൻ പോയത്. വൃത്തികെട്ട ആളുകളുമായുള്ള കൂട്ടുകെട്ടായിരുന്നു അതിന് കാരണമെന്ന് ചരിത്രത്തിൽ പറയപ്പെടുന്നു. ഈ പറയുന്ന ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്, ദീനിന്റെ മസ്അലകളും കാര്യങ്ങളും ആഴത്തിൽ പഠനം നടത്തുന്ന ആളുകളുമാണ്, ഒന്നും അറിയാത്ത വെഡ്ഡികളല്ല. ഇപ്പൊ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്നഹും യസ്ഉമൂന അല്ലാ ഖദർ, ഖദർ അള്ളാഹുവിന്റെ മുൻവിധി തീരുമാനം എന്ന് പറയുന്നതൊന്നില്ല. വഅന്നൽ അംറ ഉനുഫുൻ, കാര്യങ്ങളൊക്കെ അപ്പക്കപ്പോൾ നടന്നു പോകുന്നതാണ്. അള്ളാഹു ഇത് മുൻകൂട്ടി അറിയുകയോ അവൻ ഇത് ലൗഹൽ മഹ്ഫൂദിൽ എഴുതി രേഖപ്പെടുത്തി വെക്കുകയോ അവൻ അതിന് തീരുമാനമെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാര്യങ്ങൾ അപ്പോൾ നടന്നു പോകുന്നതാണ്. ഇതാണ് അവർ പറയുന്ന വാദം. ഈ പറയുന്നത് കേട്ട സമയത്ത് തന്നെ ദീനിന്റെ ഒരു കാര്യം, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആദർശത്തിന് വിരുദ്ധമായ ഒരു കാര്യം ആ സഹാബി കേൾക്കേണ്ട സമയം അദ്ദേഹത്തിൽ നിന്ന് അതിനു കാല ഫഇദാ ലഖീത ഉലൈക ഫഅഖ്ബിർഹും അന്നി ബരീഉം മിൻഹും. ഇങ്ങനത്തെ ദീനുൽ ഇസ്ലാമിന് വിരുദ്ധമായ വാദഗതികളുള്ള ആളുമായി യാതൊരു ബന്ധവും എനിക്ക് അവരോടില്ല എന്ന് നീ അവരോട് ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ ദീന് വിരുദ്ധമായി പറയുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ അവരുമായി എന്താണ്? അവർ കാണിക്കുന്ന ഈ സൂക്ഷ്മത, അവർ കാണിച്ച ഈ പറയുന്ന നിലക്കുള്ള ഒരു നിലപാട് ദീന് വിരുദ്ധമായി ചെയ്യുന്ന ആളുകളുമായിട്ട് നമുക്കുണ്ടോ? നമ്മളത് സ്വീകരിക്കലുണ്ടോ? അതോ നമുക്ക് അവരുമായി നമ്മുടെ മനസ്സിൽ യാതൊരു മാറ്റവുമില്ലാതെ ഇന്നലെ എങ്ങനെയാണോ ഇന്നും അങ്ങനെയാണോ നമുക്ക് അവരോടുള്ള ബന്ധങ്ങൾ? അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇദാ ലഖീത ഉലൈക ഫഅഖ്ബിർഹും, അവരെ നീ കണ്ടുമുട്ടുന്ന പക്ഷം പറയുക, അന്നി ബരീഉം മിൻഹും വഅന്നഹും ബുറാഉ മിന്നി, ഞാൻ അവരിൽ നിന്ന് ഒഴിവാൻ, അവർ എന്നിൽ നിന്നും ഒഴിവാൻ. അള്ളാഹുവിന്റെ ദീനിന് വിരുദ്ധമായി ചെയ്യുന്ന ആളുകളുമായി, അത് തൗഹീദിനെതിരായ ശിർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, ഈമാന് എതിരായ കുഫ്ർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, സുന്നത്തിന് വിരുദ്ധമായ ബിദ്അത്ത് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, വലിയ വലിയ പാപങ്ങൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിനനുസരിച്ച് അവരുമായി ഒരു അകൽച്ചയും അവരുമായിട്ടുള്ളൊരു ഒഴിവും ഒരു ബറാഅത്തും നാം പ്രഖ്യാപിക്കണം. നമ്മുടെ മനസ്സിൽ ആദർശമുണ്ടാവുകയുമാണ്. ദീനുള്ള ആളുകളാണെങ്കിൽ അവരോട് എത്രത്തോളം സ്നേഹവും ബന്ധവുമുണ്ടോ അതിന് വിരുദ്ധമായ ആളുകളുമായി അതിനനുസരിച്ചുള്ള അകൽച്ചയും വെറുപ്പും വിദ്വേഷവും ആദർശത്തിന്റെ പേരിൽ ഉണ്ടാവൽ ഒരു മുസ്ലിമിന് നിർബന്ധമാണ്. അൽ വലാഉ വൽ ബറാ എന്ന് പറയുന്ന ദീനുൽ ഇസ്ലാമിന്റെ ആണിക്കല്ലാണ്. ദീനുൽ ഇസ്ലാമിന്റെ അചഞ്ചലമായ അടിസ്ഥാനപരമായ വിശ്വാസമാണ്. നമ്മൾ ജീവിക്കുന്ന സമൂഹം, നമ്മൾ അഭിമുഖീകരിക്കുന്ന ലോകം, കാലഘട്ടം ഏത് തന്നെയാണെങ്കിലും ഈ നിലക്കുള്ള ആദർശത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും മായം ചേർക്കാത്ത, വെള്ളം ചേർക്കാത്ത, അഡ്ജസ്റ്റ് ചെയ്യാത്ത കൃത്യമായ വിശ്വാസ ആദർശത്തിന്റെ ഉടമകളായി നമ്മൾ മുന്നോട്ട് പോകാൻ ബാധ്യസ്ഥരാണ്. മഹാനായ ആ സഹാബി ഇത് പറഞ്ഞു കൊടുത്തതിന്റെ ശേഷം കുറച്ചുകൂടി കാര്യത്തിന്റെ ഗൗരവം അവരെ ഉണർത്തി. വല്ലദീ യഹ്ലിഫു ബിഹി അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ ആകുന്ന ഞാൻ സത്യം ചെയ്ത് പറയാൻ പോകുന്നത്, ലൗ അന്ന ലി അഹദിഹിം മിസ്ല ഉഹുദിൻ ദഹബൻ ഫഅൻഫഖഹു, മദീനയിൽ പരന്ന് വിശാലമായി തല ഉയർത്തി നിൽക്കുന്ന ഉഹദ് പർവ്വതമുണ്ടല്ലോ, ആ പർവ്വതത്തിന്റെ അത്ര ഒരാൾക്ക്, അവരിൽപ്പെട്ട ഒരാൾക്ക് സ്വർണം ലഭിച്ചു എന്ന് വെക്കുക. ആ പറയുന്ന സ്വർണം മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ സംഭാവന ചെയ്തു എന്നും വെക്കുക. ഈ ഖദറിലുള്ള വിശ്വാസം ശരിയാവാത്ത കാലത്തോളം അള്ളാഹു അവരുടെ ഈ സംഭാവന സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ് സത്യം. എനിക്കത് സത്യം ചെയ്ത് പറയാൻ കഴിയും. ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തതായ ഖദറിലുള്ള വിശ്വാസം അത് ശരിയാകാത്ത കാലത്തോളം ഇത്ര വലിയ സംഭാവന സ്വർണം അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകിയാൽ പോലും അള്ളാഹു അത് സ്വീകരിക്കുകയില്ല എന്ന് ഞാൻ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് പറയുന്നു.
പ്രിയപ്പെട്ടവരെ, ദീനിന്റെ കാര്യത്തിൽ ഇതുപോലത്തെ ശുഷ്കാന്തിയും ഇതുപോലത്തെ ജാഗ്രതയും ഇതുപോലത്തെ ശ്രദ്ധയും സൂക്ഷ്മതയും എത്ര നമ്മൾ വെച്ചു പുലർത്തുന്നുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് കേൾക്കുമ്പോ എനിക്ക് മാർക്കിടാൻ എനിക്ക് കഴിയും. ഞാൻ ദീനുമായി എത്ര അടുത്ത് നിൽക്കുന്നു, എന്റെ ദീനും എന്റെ ആദർശവും എവിടെ കടക്കുന്നു എന്നുള്ളത്. അതിന്റെ ശേഷം മഹാനായ ആ സഹാബി അദ്ദേഹം അവരോട് പറഞ്ഞു, ഹദ്ദസനി അബി ഉമർ ഇബ്നുൽ ഖത്താബ്. തെളിവും പറഞ്ഞു കൊടുക്കുകയാണ് ദീനിന്റെ ഒരു കാര്യത്തിൽ. അതിന് വിരുദ്ധമായ ഒരു കാര്യം ഒരാൾ ചെയ്യുകയാണെങ്കിൽ ഇന്നത് തെറ്റാണ് എന്ന് പറയുമ്പോ അത് എന്റെ അഭിപ്രായം പറയുന്നതിന് പകരം അള്ളാഹു പറഞ്ഞത് ഇതാണ്, അവന്റെ റസൂല് പഠിപ്പിച്ചത് ഇതാണ്, നിങ്ങൾ ഈ ചെയ്യുന്നത് അതിന് വിരുദ്ധമാണ്. ഇങ്ങനെ തെളിവോടുകൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ എത്രത്തോളം പ്രാപ്തരാണ്? എത്ര വർഷം നമ്മൾ മുസ്ലിമീങ്ങളായി ജീവിക്കുന്നു? നമ്മൾ ഓരോരുത്തർക്ക് എത്രയായി കൊല്ലങ്ങള്, എത്രത്തോളം കാലം ഈ ആദർശത്തിൽ നമ്മൾ ജീവിക്കുന്നു? നമ്മൾ അതിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്നതിനോടുകൂടെ, മരണത്തോടുകൂടെ ഏത് സമയവും ജന്നാത്തുൽ ഫിർദൗസ് പ്രതീക്ഷിക്കുന്നതിനോടുകൂടെ, നരകത്തിൽ നിന്ന് ഞാൻ എത്രയോ അകലത്താണ് എന്ന് നമ്മൾ അഭിമാനത്തോടുകൂടെ മനസ്സിൽ തോന്നുന്നതിനോടുകൂടെ, മഹാനായ സഹാബി തെളിവ് കൂടി അവർക്ക് പറഞ്ഞു കൊടുത്തു. ഞങ്ങളൊരു ദിവസം എന്റെ പിതാവ് ഉമർ ഇബ്നുൽ ഖത്താബ് ഒരിക്കൽ എന്നോട് പറഞ്ഞു തന്നു, ഖാല ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ. ഞങ്ങളൊരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സദസ്സിലിരിക്കുന്നതിന്റെ ഇടയിൽ ഇത് ത്വലഅ അലൈനാ റജുലുൻ ശദീദു ബയാദി സിയാബി ശദീദു സവാദി ശഅരി. ഒരു മനുഷ്യൻ ആ സദസ്സിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ വെളുപ്പ് കഠിനമായ വെളുപ്പുള്ള വെളുവെളുത്ത വൃത്തിയുള്ള വസ്ത്രം, കറുകറുത്ത കഠിനമായ കറുപ്പുള്ള ശക്തമായ കറുപ്പുള്ള മുടിയുള്ളൊരു വ്യക്തി. അദ്ദേഹത്തിന്റെ അടുത്ത് യാത്രയുടെ യാതൊരു ലക്ഷണങ്ങളും കാണുന്നില്ല. യാത്ര ചെയ്ത് വസ്ത്രം മുഷിയുകയോ മുടിയിലും ശരീരത്തിലും പൊടി പുരളുകയോ അഴുക്കോ മറ്റോ അദ്ദേഹത്തിന്റെ ശരീരത്തിലും വസ്ത്രത്തിലും വന്ന് ചാടുകയോ ചെയ്യാത്ത വൃത്തിയുള്ള രൂപത്തിൽ ഒരു മനുഷ്യൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. യാത്രയുടെ യാതൊരു ലക്ഷണവും ആ മനുഷ്യരിൽ കാണുന്നില്ല. പഴയകാലത്തെ യാത്ര നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഞങ്ങളുടെ നാട്ടിൽ മദീനയിൽ ഒരാൾക്കും അദ്ദേഹത്തെ പരിചയമില്ല, അപരിചിതനായ ഒരു മനുഷ്യൻ. അങ്ങനെ അദ്ദേഹം വന്നതിന്റെ ശേഷം ഹത്താ ജലസ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിലേക്ക് തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം ഇരുന്നു. ഫഅസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈ, അദ്ദേഹത്തിന്റെ രണ്ട് മുട്ടിൻകാലും അള്ളാഹുവിന്റെ റസൂലിന്റെ മുട്ടിൻകാലിലേക്ക് ചേർത്ത് വെച്ചിരുന്നു. ഇൽമ പഠിക്കാൻ അതിന് പ്രാപ്തരും യോഗ്യരുമായ ഉസ്താദുമാരുടെ പണ്ഡിതന്മാരുടെ മുന്നിൽ ഒരാൾ വന്നിരിക്കുമ്പോ എത്ര സൂക്ഷ്മതയോടെ, എത്ര ശ്രദ്ധയോടെ, എത്ര പക്വതയോടെ വന്നിരിക്കണം എന്നുള്ള അദബാണ് ഇതിൽ കൂടെ പഠിപ്പിച്ചത്. പണ്ഡിതന്മാരത് എടുത്ത് വിശദീകരിച്ച് പറയലുണ്ട് സാധാരണ ഈ കാര്യങ്ങൾ പറയുമ്പോ. അദ്ദേഹത്തിന്റെ രണ്ട് മുൻകൈയും അദ്ദേഹത്തിന്റെ തൊടയിൽ വെച്ചിരുന്നു, അതല്ലെങ്കിൽ പ്രവാചകന്റെ തൊടയിൽ വെച്ചിരുന്നു. വഖാല, ഇങ്ങനെ വളരെ പക്വതയോടെ, അദബോടെ, സൂക്ഷ്മതയോടെ, ശ്രദ്ധയോടെ ഇരുന്നതിന്റെ ശേഷം അദ്ദേഹം പറഞ്ഞു, യാ മുഹമ്മദു അഖ്ബിർനി അനിൽ ഇസ്ലാം. യാ മുഹമ്മദു എന്നുള്ള പ്രയോഗം സാധാരണ സഹാബികൾ അള്ളാഹുവിന്റെ റസൂലിനോട് വിളിക്കലില്ലായിരുന്നു. യാ റസൂൽ അല്ലാഹ്, യാ നബി അല്ലാഹ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. അപരിചിതരായ ഗ്രാമീണരായ അയറാബികളായ ആളുകളാണ് ഇങ്ങനെ പേര് വിളിക്കലുണ്ടായിരുന്നത്. അവിടെയുള്ള സഹാബികൾ ഈ വിഷയത്തിലേക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടി ഈ പറയുന്ന പ്രവാചകനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളുടെ രീതിയിൽ യാ മുഹമ്മദു എന്ന് വിളിച്ചു. അഖ്ബിർനി അനിൽ ഇസ്ലാം, എന്താണ് ഈ ഇസ്ലാം? നിങ്ങൾ പ്രബോധനം ചെയ്തുകൊണ്ട് ആളുകളെ വിളിക്കുന്ന ഇസ്ലാം എന്താണ് എന്ന് ചോദിച്ച് പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇസ്ലാമു അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇസ്ലാമിന്റെ അതിന്റെ അസ്ൽ, അതിന്റെ ആണിക്കൽ, അതിന്റെ തറ അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റു ഒന്നുമില്ല, ഒരു വ്യക്തിയുമില്ല എന്ന് നീ സാക്ഷ്യം വഹിക്കലാണ്. ലാ മഅബൂദ ബിഹഖ്ഇൻ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ഒരു വസ്തുവുമില്ല, ഒരു വ്യക്തിയുമില്ല എന്ന് നിന്റെ മനസ്സിൽ അത് ബോധ്യപ്പെടണം. അതിന് നിന്റെ നാവ് കൊണ്ട് പരസ്യമായി പറയാൻ തയ്യാറാവണം. മനസ്സിൽ ബോധ്യപ്പെടാതെ നാവ് കൊണ്ട് പറഞ്ഞാൽ അത് കാപട്യമാണ്. മനസ്സിലില്ലാതെ നാവ് കൊണ്ട് മാത്രം പറഞ്ഞാൽ അത് കാപട്യമാണ്. നിഫാഖ് എന്നതിന് അറബിയിൽ പറയുന്നത്. മനസ്സിൽ കൃത്യമായ വിശ്വാസമുണ്ട്, പക്ഷെ നാവ് കൊണ്ട് ഞാനത് പറയുകയില്ല എന്നൊരാൾ പറഞ്ഞാൽ മരണത്തിന്റെ ശേഷം അള്ളാഹു അവന്റെ മേൽ തീരുമാനമെടുക്കും, എന്തോ നമുക്കറിയുകയില്ല. മനുഷ്യരായ നമ്മൾ അവനെ മുസ്ലിമായി അംഗീകരിക്കാൻ തയ്യാറാവുകയില്ല. ഇവൻ ഷഹാദത്ത് കലിമ ചൊല്ലിയില്ല എന്നതുകൊണ്ട് അവന്റെ മനസ്സിലൊരു പക്ഷേ വിശ്വാസമുണ്ടാകും, അത് നമുക്കറിയുകയില്ല. അവന്റെ മനസ്സിൽ പൂർണ്ണമായ വിശ്വാസം ഈ ആദർശത്തിൽ വേണം. അതോടുകൂടെ നാവ് കൊണ്ട് വ്യക്തമായി നീ പറയണം. അതാണ് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. നാം ഈ പറയുന്ന ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പഠിക്കാനുണ്ട് സഹോദരങ്ങളെ.
അതിന് നിബന്ധനകളുണ്ട്, ശുറൂത്തുകളുണ്ട്, ഉപാധികളുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കാനും പഠിക്കാനുമുണ്ട്. ഇസ്ലാമിന്റെ തറയാണത്, അതിന്റെ ആണിക്കല്ലാണത്. അതൊരാൾ ഇത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ അവൻ യഥാർത്ഥ മുസ്ലിം ആവുകയില്ല. വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്നും നീ സാക്ഷ്യം വഹിക്കണം. ഇസ്ലാമിന്റെ ഒന്നാമത്തെ അതിപ്രധാനമായ നിർബന്ധമായ അതിന്റെ ഒരു ഭാഗം പറഞ്ഞു കൊടുത്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ത്വഅതുഹു ഫീമാ അമർ, ആ പ്രവാചകൻ ഏതൊക്കെ കാര്യങ്ങൾ കൽപ്പിച്ചുവോ ആ കാര്യം ചെയ്യാൻ തയ്യാറാവണം, അനുസരിക്കണം. വജ്തിനാബു മാ അൻഹു നഹാ വസജർ, ആ പ്രവാചകൻ വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കാൻ തയ്യാറാവണം. വഅല്ലാ വതസ്ദീഖുഹു ഫീമാ അഖ്ബർ, ആ റസൂൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സത്യമാണ് എന്ന് അംഗീകരിക്കുകയും വേണം. കഴിഞ്ഞുപോയ സമുദായങ്ങളെക്കുറിച്ച്, വരാപോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഖിയാമത്ത് നാളിലുണ്ടാകുന്ന വിഷയങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു വെച്ചു പോയിട്ടുണ്ട്. അതൊക്കെ സത്യമാണ് എന്ന് അംഗീകരിക്കാൻ തയ്യാറാവണം. വഅല്ലാ യുഅബദുല്ലാഹ ഇല്ലാ ബിമാ ശറഅ, അള്ളാഹുവിന്റെ റസൂൽ ശറഉം ദീനാക്കി നമുക്ക് കാണിച്ചു തന്നതനുസരിച്ചല്ലാതെ ഒരു കാര്യവും ഒരാൾ ഇബാദത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാനും പാടില്ല. ഇബാദത്താണെങ്കിലും അദ്കാറുകളാണെങ്കിലും ദുആയാണെങ്കിലും ഏത് കാര്യം ഇബാദത്ത്, ആരാധന എന്നുള്ളത് ചെയ്യുന്നുണ്ടോ അതിന് തെളിവ് അവൻ പറഞ്ഞു തരണം. തെളിവിന്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യുകയും വേണം. ഇങ്ങനെ ഒരാൾ ചെയ്താലേ ആ വ്യക്തി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് സാക്ഷ്യം വഹിച്ച ആളാവുകയുള്ളൂ. ഇത് പറഞ്ഞു കൊടുത്തു. രണ്ടാമത് നിസ്കാരം, 5 വക്ത് നിസ്കാരം നീ നിലനിർത്തണം. അതിന്റെ അർക്കാനുകളും അതിന്റെ ശുറൂത്തുകളും സമയബന്ധിതമായി കൊണ്ട് കൃത്യമായി കൊണ്ട് അത് നിർവഹിക്കാൻ തയ്യാറാവണം. എങ്ങനെയെങ്കിലും ചടങ്ങ് ചെയ്യല നിസ്കാരത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ടാകും. പല ആളുകളുടെയും നിസ്കാരം കണ്ടാൽ നമുക്കത് മനസ്സിലാകും. അതേപോലെ സമ്പത്ത് അല്ലാഹു നൽകിയിരിക്കുന്നെങ്കിൽ അതിൽപ്പെട്ടൊരു വിഹിതം പാവങ്ങളായ അർഹപ്പെട്ട ആളുകൾക്ക് നീ കൊടുക്കുന്ന സക്കാത്ത്, റമദാൻ മാസമുള്ള നോമ്പനുഷ്ഠിക്കണം, കഴിവുള്ള ആളുകളാണെങ്കിൽ ഹജ്ജ് ചെയ്യണം. ഈ 5 കാര്യങ്ങൾ ഇസ്ലാമിന്റെ അതിപ്രധാനമായ 5 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. ഈ 5 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത സമയത്ത് ഖാല സ്വദഖ്ത, നീ സത്യം പറഞ്ഞു, മുഹമ്മദ് നിങ്ങൾ സത്യം പറഞ്ഞു എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, കേട്ടു നിൽക്കുന്ന ശ്രോതാക്കളായ ഞങ്ങൾക്ക് ഫഅജിബ്നാ ലഹു, ഞങ്ങൾക്ക് പുതുമ തോന്നി. യസ്അലുഹു വയുസദ്ദിഖു, പ്രവാചകന്റെ മുന്നിൽ അപരിചിതനായ ഒരു വ്യക്തിയായി അറിയാത്ത ഒരാളെ പോലെ വന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തപ്പോൾ സത്യമാണ് പറയുന്നത് എന്ന് അറിവുള്ള ഒരാളെ പോലെ അംഗീകരിച്ചു കൊടുത്തു. ഞങ്ങൾക്ക് പുതുമ തോന്നി എന്ന്. പ്രിയപ്പെട്ടവരെ, മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിന്റെ ഇസ്ലാമിന്റെ അതിപ്രധാനമായ 5 കാര്യങ്ങൾ നമുക്കതിൽ എത്രത്തോളം കൃത്യതയും വ്യക്തതയുമുണ്ട്. ആരെങ്കിലും ഒരാൾ ചോദിക്കുകയാണെങ്കിൽ അതിനൊക്കെ ഖുർആന് സുന്നത്തിൽ നിന്നുള്ള അത്യാവശ്യമായ തെളിവുകളോടുകൂടെ പറഞ്ഞു കൊടുക്കാൻ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ ഇവിടെ സ്വീകരിച്ചതുപോലെ സ്വീകരിച്ചുകൊണ്ട് അത് കൈകാര്യം ചെയ്യാൻ നമുക്ക് എത്രത്തോളം പ്രാപ്തിയുണ്ട്. ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഫضل കൊണ്ട് നാം വളരെ ഉന്നതമായ ബഹുമാന ആദരണീയമായ ഒരു പദവിയിൽ തന്നെയാണ്. അള്ളാഹു അത് നിലനിർത്തി തരാനും കൂടുതൽ നമുക്ക് നൽകാനും ദുആ ചെയ്യാവുന്നതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കിടാവുന്നതാണ്. ഞാൻ പറയുന്നതൊന്നാണ്, ചെയ്യുന്നതൊന്നാണ്. ദുന്യാവിന്റെ കാര്യങ്ങൾ എന്റെ മനസ്സിൽ തട്ടിയതുപോലെ ദീനിന്റെ കാര്യങ്ങൾ എന്റെ മനസ്സിലേക്ക് കടന്നിട്ടില്ല, എനിക്കൊരുപാട് തിരുത്താനുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാവുന്നതുമാണ്. അഖൂലു ഹാദൽ ഖൗല വഅസ്തഗ്ഫിറുല്ലാഹൽ അളീമൽ ജലീല ലി വലക്കും വലിസായിരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി മിൻ കുല്ലി ദംബിൻ വഖതിയ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. തുടർന്നുകൊണ്ട് വീണ്ടും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഫഅഖ്ബിർനി അനിൽ ഈമാൻ, വിശ്വാസപരമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ അവന്റെ മനസ്സിൽ ആദർശമായി വിശ്വാസമായി കൊണ്ടു നടക്കേണ്ട അതിൽ അതിപ്രധാനമായ നിർബന്ധമായ കാര്യങ്ങൾ നീ എനിക്ക് പറഞ്ഞുകൊണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹ്, ഏറ്റവും ആദ്യം നീ അല്ലാഹുവിൽ വിശ്വസിക്കണം. അള്ളാഹുവിൽ ഒരാൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 4 കാര്യങ്ങളിൽ അവന് കൃത്യതയും വ്യക്തതയുമാണ്. അള്ളാഹുവിനെ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും, അള്ളാഹുവിന്റെ സംസാരങ്ങളും കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടില്ലെങ്കിലും, അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ട് എന്ന് പറയുന്ന കൃത്യമായ ഒരു ബോധ്യം, ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിൽ അത് പതിഞ്ഞേ മതിയാകൂ. അള്ളാഹുവിന്റെ മേൽ അറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങളും തെളിവുകളും ചിഹ്നങ്ങളും അടയാളങ്ങളും നിറഞ്ഞു കിടക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ,
നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഓടിപ്പോകേണ്ട ആവശ്യമോ ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യവും ഇല്ല താനും. അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചു, അവനാണ് നമ്മുടെ റബ്ബ് എന്ന് വിശ്വസിച്ചു നമ്മളെ മുഴുവനും സൃഷ്ടിച്ചത്, ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചത്, ഇത് മുഴുവനും നിയന്ത്രിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് ഇവിടെ വിഡ്ഢികളായ ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ ഔലിയാക്കളോ മലക്കുകളോ പ്രവാചകന്മാരോ CM-നെ പോലത്തെ മനുഷ്യരായ നിസ്സഹായരായ അബലരായ ആളുകളോ ഇവിടെ മുദബ്ബിറുൽ ആലമുകളൊന്നുമില്ല. ഈ ലോകത്ത് ഒരു പുൽക്കൊടി ഇളകുന്നുണ്ടെങ്കിൽ, അത് ഇളകാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഉന്നതനായ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന്റെ കീഴിൽ മാത്രമാണ്. ഓരോ മനുഷ്യന്റെയും മൂർധാവിൽ അള്ളാഹുവിന്റെ പിടുത്തമുണ്ട്. അവൻ ഉദ്ദേശിക്കുന്നത് പോലെ കൈകാര്യം ചെയ്യുന്നവനാണ്. അവനതിന് സഹായികളോ മക്കളോ കൂട്ടുകാരോ പാർട്ട്ണർമാരോ പങ്കുകാരോ ഒരാളും തന്നെയില്ല. മലക്കുകളിലുള്ള പ്രവാചകന്മാരിലില്ല. പിന്നെയല്ല നിസ്സഹായരായ മനുഷ്യര് ഒരിക്കലുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാകുന്നു ഈ ലോകത്തിന്റെ ഉടമ. ഞാൻ എന്റേത് എന്ന് പറയുമെന്നേ ഉള്ളൂ. അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് എന്നിലും തിരിച്ചു വാങ്ങാവുന്നതേ ഉള്ളൂ. എനിക്ക് ലഭിച്ച ജീവൻ, എന്റെ ആരോഗ്യമാണെങ്കിൽ, എന്റെ ആയുസ്സാണെങ്കിൽ, എന്റെ ശരീരമാണെങ്കിൽ, നമുക്ക് ലഭിച്ച ഭവനങ്ങളും സമ്പത്തുകളും കുടുംബങ്ങളും സ്ഥാനമാനങ്ങളും അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അവന് തിരിച്ചു വാങ്ങാവുന്നതേയുള്ളൂ. അത് മുഴുവനും അള്ളാഹുവിൻ്റെത് മാത്രമാണ്. അതിന്റെ ഉടമ അവൻ മാത്രമാണ്. മാലിക്കുൽ മുൽക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. സകല രാജാക്കന്മാരുടെയും രാജാവാണ്. സകല അധിപന്മാരുടെയും മൂർധാവിൽ അള്ളാഹുവിന്റെ പിടുത്തമുണ്ട് താനും. ഈ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. തൗഹീദുൽ ഉലൂഹിയ്യ എന്ന പേരിൽ അതിനെ അറിയപ്പെടും. പണ്ഡിതന്മാർ അത് വിശദീകരിക്കും. അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. റുക്കൂഉം സുജൂദും അവന് മാത്രം, നിസ്കാരവും സക്കാത്തും നോമ്പും ഹജ്ജും അവന് മാത്രം. അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും ദുആ ചെയ്യാനും പാടുള്ളൂ. അവനോട് മാത്രമേ സഹായത്തെ തേടാൻ പാടുള്ളൂ. അവനില്ലാത്തവർ മുഴുവനും സൃഷ്ടികളാണ്. അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ്. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നെ വിളിച്ച് ദുആ ചെയ്യ്, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ തയ്യാറാണ്. ഏത് ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ടെങ്കിലും, ഏത് വിപത്തിൽ നിന്ന് രക്ഷയും സുരക്ഷയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും അള്ളാഹുവിലേക്ക് നിങ്ങൾ മുന്നിടുവീൻ. അമ്മൻ യുജീബുൽ മുത്തറ ഇദാ ദആ വയക്ഷിഫു സൂ വയജ്അലുകും ഖുലഫാഅൽ അർദ്. അപകടങ്ങളിലും വിപത്തിലും പെട്ട മനുഷ്യൻ അവൻ വിളിച്ചു തേടുന്ന സമയത്ത് അവൻ ഉത്തരം ചെയ്യുന്നവൻ അള്ളാഹു അല്ലാതെ ആരുണ്ട് ഇവിടെ? ഒരുത്തിനും സാധ്യമല്ല. വിഗ്രഹങ്ങൾക്ക് സാധ്യമല്ല, കല്ലിനും മണ്ണിനും സാധ്യമല്ല. രാജാക്കന്മാരും അധിപന്മാരും ശക്തനുമാണ് എന്ന് പറഞ്ഞവന് സാധ്യമല്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവന്റെ ജീവൻ പോലും അവന് സുരക്ഷിതവുമല്ല. ഈ അള്ളാഹുവിലേക്ക് മുന്നിടണം. വയജ്അലുകും ഖുലഫാഅൽ അർദ്. ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഇബാദത്തും ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചുകൊണ്ട് ജീവിക്കാൻ അവനാണ് നിങ്ങൾക്കിവിടെ അനുഗ്രഹങ്ങളും കഴിവുകളും സൗകര്യങ്ങളും ഒരുക്കി തന്നിരിക്കുന്നത്. ഇലാഹുൻ മഅല്ലാഹ്. ഈ അള്ളാഹുവിന്റെ കൂടെ വെക്കാൻ അവനോട് കടപിടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഇലാഹുണ്ടോ? എവനെങ്കിലും അത് അവകാശപ്പെടാൻ സാധ്യതയുണ്ടോ? നിങ്ങളുടെ നെഞ്ഞിന്റെ ഉള്ളിൽ കടന്ന് പടയുന്ന ആ ശബ്ദത്തിനൊരു സെക്കൻഡ് സമയം പിടിച്ചു വെക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഒരുത്തനും സാധ്യമല്ല. ഓരോ കാര്യങ്ങളും ഇങ്ങനെയാണ്. ഈ അള്ളാഹുവിനോട് വിളിച്ചു തേടാനും അവനെ നമുക്ക് മനസ്സിലാക്കാനും അവന് ഒരുപാട് ഉത്തമമായ നാമങ്ങളുണ്ട്, പേരുകളുണ്ട്, ഒരുപാട് വിശേഷണങ്ങളുണ്ട്. ആയത്തുൽ കുർസി എന്ന് നിങ്ങൾ പലരും കാണാതെ പഠിച്ച് പലപ്പോഴും പാരായണം ചെയ്യുന്ന അതിൽ മാത്രം 26 അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. നാം അത് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്താൽ എന്തെന്നില്ലാത്തൊരു സമാധാനവും എന്തെന്നില്ലാത്തൊരു സുരക്ഷാ ബോധവും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് മുസ്ലിമീങ്ങളുടെ പ്രത്യേകതയാണത്. അള്ളാഹുവിനെ വിശ്വസിക്കണം. അവന്റെ മലക്കുകളിലും അവന്റെ ഗ്രന്ഥങ്ങളിലും അവന്റെ പ്രവാചകന്മാരിലും ഈ ലോകവും ഇതിലുള്ള സകല സാധനങ്ങളും നശിച്ച് പരലോകം എന്ന് പറയുന്ന യൗമുൽ ആഖിറുണ്ട്, അതിൽ വിശ്വസിക്കണം. ആ വിശ്വാസം ശരിക്കും നമ്മുടെ മനസ്സിലേക്ക് തട്ടിയാൽ ആ പരലോകത്തെക്കുറിച്ച് ഈ ദുന്യവിയായ കാര്യങ്ങൾക്ക് കൊടുക്കുന്നതിലേറെ പ്രാധാന്യത്തോടെ, സൂക്ഷ്മതയോടെ, ഗൗരവത്തോടെ ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും മുന്നോട്ട് പോകാനും നമുക്ക് കഴിയുമെന്നുള്ളതാണ്. പരലോക വിശ്വാസം നമ്മുടെ മനസ്സിൽ വേണ്ടതുപോലെ തട്ടാത്തത് കൊണ്ട്, അള്ളാഹുവിനെ കുറിച്ച് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ദീനിന്റെ കാര്യങ്ങൾ വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഉഴപ്പുന്നതും അതിൽ നമ്മൾ ഈ പറയുന്ന അനാസ്ഥയിൽ പെട്ടുപോകുന്നതും. അതേപോലെ തന്നെ വൽ ഖദരി, അള്ളാഹുവിന്റെ വിധിയിൽ വിശ്വസിക്കണം. സകല കാര്യങ്ങളും അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ചതാണ്.
അവൻ അറിഞ്ഞതാണ്, അവൻ എഴുതി രേഖപ്പെടുത്തി വെച്ചതാണ്, അതിൽ വിശ്വസിക്കണം. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ ഈ പറയുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും ഞാൻ പറയുകയാണ്, ദുന്യവിയായ കാര്യങ്ങൾ ധാന്യവും സൂക്ഷ്മതയും ഗൗരവവും ദീനിന്റെ കാര്യങ്ങൾക്ക് നമ്മിൽ നിന്ന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് മാർക്ക് നൽകേണ്ടത് നമ്മൾ ഒരുപാട് പിന്നിലാണ് എന്നുള്ളത്. ഇനി മുതലെങ്കിലും നമ്മൾ മുന്നോട്ട് വന്നാലേ നമുക്ക് ഈ ലോകത്തും പരലോകത്തും വിജയിക്കാനും അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നല്ല നിലക്ക് അത് ഉപയോഗപ്പെടുത്തി കൈകാര്യം ചെയ്ത് വിജയിക്കാനും സാധിക്കുകയുള്ളൂ. ഇതൊരു സത്യം മാത്രമാണ്. നാം അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും തയ്യാറാവുക എന്ന് പറയുന്നത് മാത്രമാണ് വിജയത്തിന് നിദാനമായ കാര്യം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم عليك بالكفرة الظالمين المجرمين المتكبرين المفسدين. اللهم عليك بهم فإنهم لا يعجزونك. اللهم انصر عبادك الموحدين في مشارق الأرض ومغاربها. اللهم انصر عبادك الموحدين في مشارق الأرض ومغاربها. اللهم انصرهم نصرا مؤزرا وكلهم عونا ومعينا ووليا وظهيرا وناصرا ومؤيدا. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغيرا. اللهم ولسائر المؤمنين والمؤمنات. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.